ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മിനറൽസ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ധാതുക്കൾ കാണപ്പെടുന്നുണ്ട്. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഇന്ത്യ മഹാരാജ്യം. അപ്പോൾ പ്രധാനമായിട്ട് ഈ ധാതുക്കൾ കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമികളിൽ ആഗ്നേയ കായാന്തരിത ശിലകൾക്കടുത്തായിട്ടാണ് ഈ ധാതുക്കൾ കാണപ്പെടുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ധാതുക്കൾ ഇന്ത്യയിലുള്ളത്. അതിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് സ്ഥിരം PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഷോർട്ട് ഫോമിൽ ഒരു കോഡ് രൂപത്തിലൊക്കെ ആക്കിയിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ധാതുക്കളാണ് നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. അതായത് ലോഹധാതുക്കൾ ഉണ്ടാവും, അതേപോലെ അലോഹധാതുക്കൾ ഉണ്ടാവും. ലോഹധാതുക്കളും ഉണ്ടാവും, ലോഹധാതുക്കൾ ഉണ്ടാവും, അതേപോലെ അലോഹധാതുക്കൾ ഉണ്ടാവും. എന്താണ് അലോഹധാതുക്കൾ അല്ലെങ്കിൽ ലോഹധാതുക്കൾ എന്ന് വെച്ചാൽ? ലോഹധാതുക്കൾ എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ അംശം ഉള്ള ധാതുക്കളുണ്ട്. ഇരുമ്പിൻ്റെ അംശം ഉള്ള ധാതുക്കൾ ഉണ്ടാവും, അതേപോലെ ഇരുമ്പിൻ്റെ അംശമല്ലാത്ത ധാതുക്കൾ ഉണ്ടാവും. ഈ ലോഹധാതുക്കളിൽ തന്നെ എന്തുണ്ടാവും? ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കളും ഉണ്ടാവും, ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ധാതുക്കൾ ഉണ്ടാവും. എന്താണ് ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കൾ എന്ന് പറയുന്നത്? ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കൾ പറയുമ്പോൾ ഏതാ? ഇരുമ്പ്, അതേപോലെ മാംഗനീസ്. ഇരുമ്പും അതേപോലെ മാംഗനീസും ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കളാണ്. ഇനി ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ധാതുക്കൾ ഏതാ? സ്വർണം, വെള്ളി പോലുള്ള സാധനങ്ങളാണ് ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ധാതുക്കൾ. ഓക്കെ. ഇന്ത്യയിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ഇരുമ്പയിരാണ് പ്രധാനമായും കാണപ്പെടുന്ന ധാതു എന്ന് പറയുന്നത്. അപ്പം ലോകത്തിൻ്റെ തന്നെ 20% ഇരുമ്പയിര് ഉള്ളത് ഇന്ത്യയിലാണ്. ഓക്കെ. ഈ ഇരുമ്പയിര് നമ്മൾ എന്ത് ചെയ്യും? കയറ്റുമതി ചെയ്യും, അല്ലേ? അങ്ങനെ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. ഇനി നമുക്ക് നോക്കാം, പ്രധാനമായും ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിര് ഏതൊക്കെയാണെന്ന് നോക്കൂ. മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹെമറ്റൈറ്റ് ഉണ്ട്, ലിമോണൈറ്റ് ഉണ്ട്, അതേപോലെ സിഡറൈറ്റും ഉണ്ട്. ഈ ധാതു വിഭവമാണ്, ഈ ധാതുക്കളിൽ നിന്നാണ് പ്രധാനമായിട്ട് നമ്മൾ ഇരുമ്പുണ്ടാക്കുന്നത്. ഇന്ത്യയിൽ കാണുന്ന പ്രധാനപ്പെട്ട 4 ഇരുമ്പയിരുകളാണ്. ലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഇപ്പം ധാതു ഇന്ധനങ്ങൾ ഉണ്ടാവും, അല്ലേ? ധാതു ഇന്ധനങ്ങൾ ഉണ്ടാവും. മീൻസ് ഇപ്പോൾ കൽക്കരി, പെട്രോളിയം പോലത്തെ സാധനങ്ങൾ. പിന്നെ മറ്റ് ധാതുക്കളുണ്ടാവും. മറ്റ് ധാതുക്കൾ എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ മൈക്ക പോലുള്ള സാധനങ്ങൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ധാതുക്കളുടെ ഡിവിഷൻ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിതമായ വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഓക്കെ. ഈ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് കൽക്കരി എന്ന് പറയുന്നത്. സോ ഈ ഇരുമ്പടി നിക്ഷേപങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ഈ കൽക്കരി പാടങ്ങൾക്ക് അടുത്ത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടിസ്കോ എന്ന് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടാവും അല്ലേ? ടിസ്കോന്ന്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പ്രൈവറ്റായിട്ട് ഉണ്ടായത്, അതായത് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂരിലാണ്, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഈ ടിസ്കോ ആണ്, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഈ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടേത്. ഇത് പശ്ചിമ ബംഗാളിലെ 3 സ്ഥലത്തുണ്ട്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇത് പശ്ചിമ ബംഗാളിലാണ്. കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്.
സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാലയാണ് ഏത്? ടിസ്കോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണെന്ന് പഠിക്കാനുള്ളത് അതാണ് ഏത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഏതാണ്? VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്. ഇത് ഭദ്രാവതി എന്നുള്ള സ്ഥലത്ത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭദ്രാവതി എന്നുള്ള സ്ഥലത്ത് കർണാടകയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല നിലവിൽ വന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില വ്യവസായശാലകൾ പഠിക്കാനുണ്ട്. 1964 റഷ്യയുടെ സഹായത്തോടെയാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ഈ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ വ്യവസായശാല നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ നിർമ്മിച്ചത്? റഷ്യ. ഓക്കെ. ദെൻ എവിടെയാണ് ഈ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല? അത് ചാർഖണ്ഡിലാണ്. അപ്പോൾ അതിൻ്റെ കോഡ് ഇതാണ്, ഇങ്ങനെ എഴുതുക. ബൊച്ചറ മീൻസ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല. അതേപോലെ ഇത് ചാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ 1964 ഇത് നിർമ്മിച്ചു. ബൊച്ചറ. നെക്സ്റ്റ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? അത് എവിടെയാ? ഇത് എന്ത് എഴുതാം? ഇതിൻ്റെ കോഡ് എങ്ങനെ എഴുതാം? ബിച്ചറ എന്ന് എഴുതാം. ഇതിൻ്റെ കോഡ് എന്ത് എഴുതാം? ബിച്ചറ എന്ന് എഴുതാം. കച്ചറ എന്നെല്ലാം പറയുന്ന പോലെ ബിച്ചറ മീൻസ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായിൻ്റെ ബി ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സഹായത്തോടെ തന്നെയാണ് ഈ ഭിലായ് ഇരുമ്പുരുക്ക് ശാലയും നിർമ്മിച്ചിട്ടുള്ളത്. 1959 റഷ്യയുടെ സഹായത്തോടെ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭിലായ് ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചിട്ടുള്ളത് എവിടെയാണ്? ഛത്തീസ്ഗഡിൽ. ബൊച്ചറ, ബിച്ചറ. ഓക്കെ, നോക്കൂ. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഇനി നമുക്ക് നോക്കാം. റുഓജ മീൻസ് എന്താ? ഈ റൂർക്കേല ഇരുമ്പുരുക്ക് ശാല ഉള്ളത് ഒഡീഷയിലാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് ശാല ഉള്ളത് ഒഡീഷയിലാണ്. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ? ജർമ്മനിയുടെ സഹായത്തോടെ. 1959 ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഈ റൂർക്കേല ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. ബൊച്ചറ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ചാർഖണ്ഡിൽ റഷ്യയുടെ സഹായത്തോടെ 64 നിർമ്മിച്ചു. ഇനി ബിച്ചറ നോക്ക്. ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായത്തോടെ 1959 നിർമ്മിച്ചു. നോക്കൂ. റുഓജ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്താണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്ക്. ദുപപ്രി. ഓക്കെ, ഇത് എന്താ? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിൽ. ഇത് ബ്രിട്ടൻ്റെ സഹായത്തോടെ 1962 നിർമ്മിച്ചു. 1962 ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് ഇത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ എന്നുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിച്ചിട്ടുള്ളത് പശ്ചിമ ബംഗാളിൽ. ഇതിൻ്റെ കോഡ് നമുക്ക് എങ്ങനെ ഷോർട്ടായിട്ട് എഴുതാം? ബൊച്ചറ കച്ചറ എന്നല്ല പറയുന്ന പോലെ. ബിച്ചറ. അതേപോലെ റുഓജ ദുപപ്രി. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഒരു 4 കോഡ് പഠിക്കുക. ഈ ഒറ്റൊരു കോഡിലൂടെ നമുക്ക് എന്തായാലും ഒരു മാർക്ക് ഉറപ്പിക്കാം. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈസിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്, സിമ്പിളാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും എന്തായാലും ഓർത്ത് വെക്കുക. ഈ ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതേപോലെ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത് എന്ന് പറയാനുള്ളത്. ഈ സ്വർണം ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്.
അപ്പം കാരണം അതിൻ്റെ നിക്ഷേപം അവിടെ ഉണ്ടാവും കർണാടകയിൽ. അപ്പോൾ സ്വർണം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടക സ്റ്റേറ്റിലാണ്. ഇരുമ്പ് അയിരിൻ്റെ അടുത്തായിട്ട് തന്നെ എന്തുണ്ടാവും, ഈ മാംഗനീസ് നിക്ഷേപം കൂടി ഉണ്ടാവും. അതൊരു പ്രത്യേകതയാണ്. ഈ മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. ആന്ധ്രാപ്രദേശിൽ നെല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ മൈക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏത് തുറമുഖത്ത് നിന്നാണെന്ന്. മർമ്മഗോവയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ് PSCയുടെ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.